ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ബിന്ദുവിൻ്റെ വീട്ടിലെത്തി, തലയോലപ്പുറമിലെത്തി മകനെയും മകളെയും ഭർത്താവിനെയും കാണുകയാണ്. അമ്മയെ സന്ദർശിച്ച ശേഷം ജോൺ വി സാമുവൽ IAS പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നു. നിതിൻ അംബുജൻ, കോട്ടയം ജില്ലാ കളക്ടർ എത്താൻ താമസിച്ചു എന്ന രീതിയിൽ ജനങ്ങളുടെ പരാതി ഉണ്ടായിരുന്നു. തീർച്ചയായും അത്തരം ചില പരാതികളൊക്കെ തന്നെ നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ മറ്റ് ചില മീറ്റിങ്ങുകളും യോഗങ്ങളും കാരണമാണ് അവിടെ സന്ദർശിക്കാൻ കഴിയാതിരുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇപ്പോൾ കോട്ടയം ജില്ലാ കളക്ടർ ബിന്ദുവിൻ്റെ അമ്മയെ സന്ദർശിച്ചപ്പോൾ മടങ്ങുകയാണ്. തൊട്ടടുത്തുള്ള വീട്ടിലാണ് മകൾ നവമിയും കഴിയുന്നത്. ഒരു പക്ഷേ അങ്ങോട്ടേക്കാണ് കളക്ടർ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഓക്കെ, ശസ്ത്രക്രിയ അടക്കം ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ പേരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. മകൾ നവമിയെ കാണുവാൻ ഇപ്പോൾ ജില്ലാ കളക്ടർ പോയിരിക്കുന്നത്. CK ആശ ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. അല്പസം മുമ്പാണ് സീതാലക്ഷ്മിയെ കണ്ട് കളക്ടർ മടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വലിയ പരാതികളും ഈ കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. അവിടെ ആരെയും കിടത്തരുതെന്നാണ് ഈ അമ്മ അല്പസം മുമ്പ് കളക്ടറോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ കെട്ടിടത്തിന് ആർക്കും ഇനിയൊരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാകരുതെന്ന ഒരു അപേക്ഷയാണ് ആ അമ്മ ഇപ്പോൾ കളക്ടറോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു വീടിൻ്റെ സാഹചര്യം കണ്ടിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ ചികിത്സയും മറ്റ് സഹായങ്ങളെല്ലാം തന്നെ പരിഗണിക്കാം, അതിനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ അല്പസം മുമ്പ് തന്നെ പൊതുദർശനത്തെത്തി ബിന്ദുവിന് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഇവിടേക്ക് വന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചില വിവരങ്ങൾ നൽകിയത് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ബന്ധുജനങ്ങളെ മുഴുവൻ സന്ദർശിച്ചു. എന്നാൽ ഗവൺമെൻറ് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടറുടെ പ്രതീക്ഷ.